മഞ്ചേശ്വരത്ത് SDPI പത്രിക പിൻവലിച്ചത് UDF സമ്മർദ്ദം മൂലമെന്ന് വെളിപ്പെടുത്തി KM അഷ്റഫ്. UDF മതസംഘടനകളുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി. മണ്ഡലത്തിൽ വികസന മുരടിപ്പെന്നും എളുപ്പത്തിൽ ജയിക്കുമെന്ന് കരുതുന്നവർക്ക് തെറ്റുപറ്റുമെന്നും അഷ്റഫ് പറയുന്നു. മഞ്ചേശ്വരത്ത് പത്രിക പിൻവലിച്ച SDPI സ്ഥാനാർത്ഥിയാണ് KM അഷ്റഫ്. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നു. രതീഷ്, വിവരങ്ങൾ. സേതു, നമുക്കറിയാം, തീർച്ചയായും വളരെ നാടകീയമായാണ് പത്രിക പിൻവലിക്കുന്നതിന് മണിക്കൂറുകൾ ശേഷിക്കെ SDPI മഞ്ചേശ്വരം മണ്ഡലത്തിൽ പത്രിക പിൻവലിച്ചത്. അതിനവർ പറഞ്ഞ ന്യായം മതേതര കക്ഷികളെ വിജയിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഒരു സമീപനം തങ്ങൾ സ്വീകരിച്ചതെന്നാണ്. എന്തായാലും ഏത് മതേതര കക്ഷിക്കാണ് ഈ പിന്തുണ എന്ന് ഈ ഘട്ടത്തിലും അവർ വ്യക്തമാക്കിയിട്ടില്ല. UDFനാണോ LDFനാണോ എന്ന പരസ്യമായ ഒരു വിശദീകരണം SDPIയുടെ സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ല. പക്ഷേ പ്രാദേശികമായി SDPI വലിയ പ്രതിഷേധത്തിലാണ്. മണ്ഡലത്തിലെ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് പ്രാദേശികമായി SDPIയുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ വന്നത്. KM അഷ്റഫ് അങ്ങനെയാണ് അത്തരത്തിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായത്. പക്ഷേ ഇത്തരത്തിൽ നാടകീയമായി പിൻവലിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ, പത്രിക പിൻവലിക്കാനുണ്ടായ സമ്മർദ്ദത്തിന് പിന്നിൽ മതസംഘടനകളുടെ മേൽ UDF ചെലുത്തിയ സമ്മർദ്ദമാണെന്നാണ് KM അഷ്റഫ് തുറന്നു പറയുന്നത്. പക്ഷേ അത്ര എളുപ്പമാവില്ല, മഞ്ചേശ്വരത്തിൽ എളുപ്പത്തിൽ ജയിക്കാമെന്ന് കരുതണ്ട എന്നുകൂടി അഷ്റഫ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രാദേശികമായി വലിയ പ്രതിഷേധം UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉയർത്തിക്കൊണ്ടാണ് SDPIൻ്റെ KM അഷ്റഫ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ആർക്കാണ് ഈ പിന്തുണ എന്ന് SDPI നേതൃത്വം പറയാത്ത സാഹചര്യത്തിലും പ്രാദേശികമായി അത് UDFന് അനുകൂലമാവില്ല എന്ന സൂചനകളാണ് KM അഷ്റഫിൻ്റെ നിലപാടും വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുമെന്ന് അഷ്റഫ് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സജീവമായി ഈ മഞ്ചേശ്വരത്തിലെ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും അഷ്റഫ് വ്യക്തമാക്കുന്നു. എന്തായാലും സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കപ്പെട്ടതെന്ന് തുറന്നു പറയുകയാണ് KM അഷ്റഫ് ഈ ഘട്ടത്തിൽ. ഈ KM അഷ്റഫിന്റെ പ്രതികരണം ലഭ്യമാണ്, നമുക്ക് അതിലേക്ക്. അല്ല, എല്ലാവർക്കും സമ്മർദ്ദം ഉണ്ടായി. ഈ UDF ശരിക്കും അവരും സമ്മർദ്ദം ചെലുത്തി. അവർ അതിനേക്കാൾ കൂടുതൽ അവർ സംഘടനകളോട് സമ്മർദ്ദം ചെലുത്തിയതാണ്. അതാണ് യാഥാർത്ഥ്യം. കാരണം അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ മതസംഘടനകൾ സമ്മർദ്ദം ചെലുത്തുക മാത്രമല്ല ചെയ്തത്, അവരുടെ പ്രസ്താവനകൾ പോലും അവർ ഇറക്കിയിട്ടുണ്ട്. കാരണം UDFന് വേണ്ടി ഇവിടെ നല്ല ഒരു PR വർക്കാണ് ചെയ്തത്. ഈ മറ്റു മണ്ഡലങ്ങളെക്കാളും ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും UDFൻ്റെ അകത്ത് തന്നെ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അകത്ത് തന്നെ നല്ല ഒരു വിഭാഗം, ചെറിയ വിഭാഗമൊന്നുമല്ല, ആരും പറയും പോലെ 2000-3000 വോട്ടൊന്നുമല്ല, നല്ല ഒരു ശതമാനം വോട്ട്, 30-40% വോട്ട്, 30% വോട്ടും എതിരായിരിക്കുകയാണ്. അവർക്കെതിരെ വികാരമുണ്ട്. അത് തീർച്ചയായും ഇപ്പം ഞങ്ങൾ പിൻവലിച്ചതോടെ LDFന് അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രതീഷ്, ഇതിപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ KM അഷ്റഫിൻ്റെ 2 പ്രതികരണങ്ങളും കേട്ടു. നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ഒടുവിൽ എത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു പത്രിക ഇദ്ദേഹത്തെ കൊണ്ട് പിൻവലിപ്പിച്ചത് എന്ന കാര്യമൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ്. ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ പത്രിക പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെയുള്ള ഈ ഗുരുതരമായ വെളിപ്പെടുത്തൽ, ഇതിപ്പം ഈ നേതാക്കളുടെയൊക്കെ ഒരു പ്രതികരണം ഇതിൽ ഇന്നൊരു പക്ഷേ ഉണ്ടായേക്കുമല്ലേ ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായും സംസ്ഥാന നേതാക്കൾ ഇതുവരെ ആർക്ക് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഈ പ്രാദേശികമായ ഈ പ്രശ്നം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടും ചൂണ്ടിക്കാട്ടിയിട്ടും അവർ ഇത് സംബന്ധിച്ച പ്രതികരണത്തിന് തയ്യാറായില്ല. പക്ഷേ ഈ KM അഷ്റഫ് ഇത്തരത്തിൽ തുറന്നടിച്ച് മതസംഘടനകളുടെ സമ്മർദ്ദം UDF ഉപയോഗിച്ചു തൻ്റെ പത്രിക പിൻവലിപ്പിക്കാൻ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്തേക്കാം. KM അഷ്റഫ് തുറന്നു പറയുന്നത് UDFനെതിരായുള്ള പ്രവർത്തനങ്ങൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാവും. പ്രാദേശിക തലത്തിൽ വലിയ വികാരമുണ്ട്. അത് കൃത്യമായ കണക്കുകൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് KM അഷ്റഫ് പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPI സംസ്ഥാന നേതൃത്വത്തിനും ഇതിലൊരു നിലപാട് വ്യക്തമാക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എന്തായാലും UDFനെതിരായിട്ടുള്ള വികാരം പരസ്യമായി പ്രകടിപ്പിക്കുകയാണ് KM അഷ്റഫ്. അത് മതേതര ചേരി ഏതാണെന്ന് SDPI പ്രാദേശികമായി നിർണ്ണയിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ കൂടിയാണ് നൽകുന്നത്. സേതു. ഓക്കെ രതീഷ്, ശരി. അപ്പോൾ രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.